അങ്ങാടിയിലെ കാര്യവിടെ വിളമ്പണ്ട. ഈ മമ്മൂട്ടി ഹാജി ഒന്ന് തീരുമാനിച്ചാ അത് നടക്കണം. എന്താണ്ടാദ്രമാനെ ഇങ്ങനെ കുന്തം മിണിഞ്ഞു വാരി നിക്കണേ? അന്റെ മോന്ത മേലെന്താ കടന്നൽ കുത്തിക്കണോ? ആ ചാത്തോത്ത ചന്ത് നായരെ കയ്യിന്ന് 530 ഉറുപ്പ്യക്ക് ഞമ്മള് വാങ്ങി ആ കൂപ്പില്ലേ, അത് ഇനി കയ്യിൽ വെക്കണ്ട. വിറ്റേക്ക്, നഷ്ടവും ലാഭമൊക്കെ ഞമ്മള് സഹിച്ചോളാ. ഇപ്പൊ എന്താ കുന്തിച്ചിക്കണേ? അനക്ക് അടുക്കള പണിയില്ല സീത്താനെ. എഴുന്നേറ്റ് പോയി വല്ലതും വെച്ചുണ്ടാക്കാൻ നോക്കി. ഞമ്മളെ പത്തായത്തിന്ന് ഗന്ധകശാല അരിയെടുത്തോ, നെയ്ച്ചോറന്നെ ആയിക്കോട്ടെ. മൊല്ലാക്കാനോട് പറഞ്ഞിട്ട് ആ കുട്ടനെ അർത്തോ. ഇളയതാ, വല്ലാണ്ടങ്ങ് വേവിക്കണ്ട കേട്ടാ. പിന്നെ മസാല ഇടുമ്പോള് നോക്കിയിടണം, ഏറിപ്പോരുത്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വറുത്തരച്ച് വെച്ചാലാ. നെയ്ച്ചോറിനാവുമ്പോ അതാണ് നല്ലത്. പടച്ചോനത്തേതൊരാട്ടും കൂടെ ഓടി വരണേ. നിക്ക്, ഇത് ബിലായി നിറക്കിയ വണ്ടിയാണോ അതോ ബർമേന്നോ? ചിറക് വിടർത്തിക്കണി. ആരൊക്കെപ്പം വരണേ? ഇപ്പൊ വല്ല പിരിവാരോ മറ്റാണോ? ലക്ഷണം കണ്ടിട്ടൊരു ലക്ഷണക്കേട് മറക്കുന്നുണ്ട്. എന്തായാലും ലേശ അരി കൂടുതലിട്ടാ തിന്നാൻ ആൾക്കാർ വന്നിക്കണേ. അല്ലത് ആരൊക്കെ വന്നിക്കണേ? സെയ്നല്ലേ ഇത്? സെയ്നാനെ കണ്ടിട്ട് ഞമ്മക്ക് മനസ്സിലായില്ല കേട്ടാ. ഈ ജാഗ ചടിച്ചല്ലേടി, എന്തൊരു കോലാണ് ഇപ്പത്. ഇത് മമ്മൂട്ടിയാജി തന്നെ. ഏതാണ്ടി ഇന്ദു ടീച്ചറാ. നന്നായി, പെൺകുട്ടിക്ക് പറ്റിയ പണി തന്നെയാ. ഇവിടെ ഒന്നുണ്ട് ആയിസ, വലിയ പഠിപ്പൊക്കെയാ, പണിയും കിട്ടിയതാ. പക്ഷേങ്കിലേ ആ കുത്തിയെടുത്ത് മുളക്കാത്ത ജമാലിടല്ലോ, ഓൻ എന്തിനെങ്കിലും സമ്മതിക്കോ? ഓന് കൂട്ടായി ടീറ്റിങ്ങൾ രണ്ടാളും ഈ നാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. സൈന ടീച്ചറെ വാ അങ്ങോട്ട്. അന്റെ മോനെവിടെടി? ഓ ആ ജമാല് ഈ ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ട. ഞാൻ മുണ്ടും, ഞാൻ മിണ്ടാടാ കയ്യാരാണ്ടി. എന്റെ പണിക്കരെ എന്തേലും ഒരു വഴി കാണിച്ചതാ. ഇന്നേക്ക് 3 ദിവസം ഇത് തുടങ്ങിയിട്ട്. കൊറേ മൊയ്ലിയാമാര് വന്നുപോയി, ഒരാക്കും ഇല്ല. കണ്ടിട്ടത് ബാധ തന്നെയാണ് ഉമ്മ. ഒഴിപ്പിച്ചാലേ ശമനം കിട്ടൂ. വല്ല ക്ഷുദ്രപ്രയോഗമാണെങ്കിൽ ഞാൻ തന്നെ മതിയായിരുന്നു. ഇതിപ്പോ എന്റെ മോൻ ജമാല് ഭ്രാന്തിളകി നടക്കുക. ഓനെ കാണുമ്പോഴാ അവക്ക് ഭ്രാന്ത് കൂടുതല്. ഇതിപ്പോ എന്റെ കയ്യിൽ നിൽക്കൂലമ്മ. നിങ്ങളുടെ കൂട്ടര് തന്നെയാ നല്ലത്. ഓ പൊട്ടു വെച്ചോനെ. ഈ ഭാസ്കര പഠിക്കാന മോനല്ലടാ? അതെ ആചാരേ. ഇഞ്ചിങ്ങട്ട് വാ. വാടോ, ഞമ്മളെ കണ്ടിക്ക് പേടിക്കണ്ട. ഇഞ്ചിങ്ങട്ട് വാ, ഇജ്ജ് നമ്മളെ കൂട്ടുകാരന്റെ മോനല്ലേ. ഇങ്ങട്ട് വാ, വാടാ മോനെ, ഇങ്ങട്ട് വാ. അന്റെ അച്ഛൻ ഞമ്മളെ കൂടെ ഉണ്ട്. ഈ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ കോയിത്തലയില് ശ്മശാന വൃക്ഷ പേരും അത്തിയിത്തി ചെമ്പരത്തി പേരും ചേർത്ത് വടക്കാമ്പാട്ട ചോദ്യ നക്ഷത്രക്കാരി പാറുവിന്റെ വീട്ടിൽ കുഴിച്ചിട്ടോലല്ലേ ഈ? എന്നിട്ട് എനക്കോളെ കിട്ടിയോ? എന്റെ പൊന്നു ആചാര്യ, എന്നെ ഒന്ന് വെറുതെ വിടും. ഞാൻ നിന്നോട് ചങ്ങയുടെ മോനല്ലേ, എന്നെ അപമാനിക്കരുത്. അന്നെ ഞമ്മളൊന്നും ചെയ്യൂല, അന്നെ ഞമ്മൾ ഒഴിവാക്കിക്കണേ. കണ്ടോ പണിക്കരെ, ഓളെ കയ്യിലെല്ലാം ഉണ്ട്. ഇന്നലെ ഞമ്മളെ കല്യാണത്തിന്റെ അന്ന് പോയ അലിക്കത്തിന്റെ കാര്യം ഓള് പറഞ്ഞിക്കണ്.
ഇത് നമ്മൾ വിചാരിക്കും പോലെയല്ല, മൂത്തനാണ്. അതല്ലേ മോനെ എനിക്കും പിടികിട്ടാത്തത്. ഓള് തമിഴ് പറയൂ. കേറി കൂടി ആചാര് കൊടും തമിഴനാ. എരുമാടുന്ന് വന്ന ആളാ. நான் விடமாட்டே. உயிர் போன அப்பஹாஜ் செந்தமிழ் கோட்டவாயும் சிறு மன்னாடி அவர்களுக்கு உயிரான தோழன். பெருமைப்பட்ட நாட்டுக்கு உதவி செய்வோன். பஞ்சாயத்து கூட்டம் செஞ்ச பாவத்துக்கு உயிராயிருந்த அந்த 2 பேர் இறந்தார். പടച്ചോനെ, പിടിച്ചതിനെ കാട്ടും വലുത്ത മാളത്തില്. പണിക്കരെ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതിനൊന്ന് ഒഴിവാക്കി തരുമോ? ഇതെന്റെ കൂട്ടരെ വിചാരിച്ചാൽ നടക്കൂലോ. തമിഴ്നാട്ടിൽ നല്ലൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവന്ന ബുദ്ധി. ഞങ്ങൾക്ക് ഒറ്റൊരു മോനാണ്. ഓന് തന്നെ ഈ ഒരു ഗതി വന്നല്ലോ റബ്ബേ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. ഉമ്മ സമാധാനായിരിക്കേ. കൊണ്ടുവരുന്നുണ്ട്. അലാക്ക് വേഗം നടക്കുമില്ലേ നായേ, അന്നോട് ഇതിന്റെ അകത്ത് കയറരുതെന്നല്ലേ നമ്മൾ പറഞ്ഞേ. കെട്ടിയോളം മേത്ത് കുതിര കയറാനല്ലാണ്ട് അനക്ക് എന്തറിയാ? ഞാനുണ്ടാക്കിയ തിന്ന് മുടിക്കാനായിട്ട് നടക്കണേ. ആണാണ് പോലും ആണ്. ശരി, പഠിക്കാത്ത കയറി പോരുത്. ഇറങ്ങിറന്ന ആയായിരുന്നു. നിങ്ങളെന്താ മുലേരെ കുന്തം മിണിയാരി നോക്കിയേക്കണേ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതിനെ നടക്കി വേഗം. ഇത് നമ്മളോട് കൂട്ടിയാ നമ്മൾ അടിക്കുമല്ലേ? ആരാണോ നമ്മൾ അടിക്കാൻ? ആരാണോ നമ്മൾ അടിക്കാൻ? മൂപ്പന്മാര് മമ്മൂട്ടി നമ്മളീ പഹരയാണെന്ന് കൊല്ലു. എന്താണെന്ന് പറഞ്ഞു പൊട്ടിച്ച് ചോര കുടിച്ചില്ലേ? എല്ലാരും കൂടെ ഒന്ന് പറയണോട്. ഞാനല്ലേ പറയുന്നത്. ഒന്ന് പിടിച്ചു മാറ്റിക്കൊണ്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? ഇതിന് കടുത്ത പ്രയോജനം വേണ്ടി വരും. അതിർമാൻക, നിങ്ങൾ പോയിട്ട് ഒരു പിഞ്ഞാണി കൊണ്ട് എടുത്തോളി. കുറച്ച് കറുത്ത ചരടും എഴുതി കൊടുത്തു ഊതി കൊടുത്തു നോക്കാം. എത്ര വെച്ചിട്ടാ സഹിക്കുക? ഇനിയിപ്പോ ഓളെ കൊണ്ടുപോയി ചങ്ങലക്കിടേണ്ടി വരുമെന്ന് അതിന്റെ പേടി. അള്ളാ നോക്കും. രമേശ, ഇത് നമ്മൾ വിചാരിച്ച പോലെയല്ല, മുറിയ ബാധ തന്നെയാ. ആവാഹനം തന്നെ വേണം. ഏത് വാഹനം? വാഹനല്ല, പിന്നെ ആവാഹനം. ബാധ ഒഴിപ്പിക്കൽ. ആത്മാവിനെ ആവാഹിച്ച് കുടത്തിലാക്കി കർമ്മം ചെയ്യണം. വല്ല ഡോക്ടർമാരും കാണിക്കുന്നതല്ലേ ബുദ്ധി? പിന്നെ ഡോക്ടർമാർക്ക് ബാധ ഒഴിപ്പിക്കലല്ലേ പണി. ഇന്ന് ബുധൻ, നാളെ കഴിഞ്ഞ് വെള്ളി, വെളുത്ത വാവ്. കോയാ, ഇതൊന്നുകൂടി മൂക്കും. ജമാലേ, നായേ, ഇജെവിടാണ്ടാ? ജമാലേ, ഇങ്ങട്ട് പാടാ. അലാക്ക് പിടിച്ച നായേ. എടാ ജമാലേ, ഇങ്ങട്ട് വാ. എന്താ മോളെ നിനക്ക് പറ്റിയത്? എന്നോട് പറ. അന്നെ എനിക്ക് എങ്ങനെ കാണാൻ വയ്യ. ഒറ്റക്കായില്ലേ സൈന? അന്റെ കുട്ടികളൊക്കെ ആരെങ്കിലും എന്നെ നോക്കണുണ്ടാ? കണ്ടോന്റെ അടുക്കള നരങ്ങല്ലേ? എനിക്കിപ്പോ എന്താ ഒരു കുറവ്? അന്റെ കുറവ് എനിക്കറിയാ. ഒറ്റക്കാമ്പ് ഈ കരയണത് എനിക്ക് കേക്കാം. വിധിയെന്നും പറഞ്ഞിരുന്നോ? കൊല്ലണം, എല്ലാറ്റിനെയും കൊല്ലണം. പറയണ എനിക്ക് മനസ്സിലാവണ്ടോ? എന്താ പോത്തെ? അന്റെ താത്ത വന്നിട്ട് ഒരർക്ക് വെള്ളയ്ക്ക് കൊടുത്താ? കൂടപ്പറപ്പിനോട് സ്നേഹം വേണം. എനിക്കൊന്നും വേണ്ട കുട്ടിയെ.
ഇതൊന്ന് നേരായാ മതി. ഈ മമ്മൂട്ടിയാജിനെ തോപ്പിക്കാൻ ആർക്കും പറ്റൂല. എനിക്ക് എന്റെ മക്കളെയൊക്കെ ഒന്ന് കാണണം. ഞാൻ കൊടയും പടി കൊണ്ടിരിക്കും. ഖദീസ, എന്റെ ബെൽറ്റുമ്മൽ ഒരു മൽപ്രകത്തിണ്ട്, അതിങ്ങോട്ടിരിക്കേ. ഇവളെ കാര്യത്തിൽ എനിക്കൊരു വിഷമമില്ലേ. ഇയ്യൊന്ന് ഓർത്ത് നോക്കി, ഇവളെ ബാപ്പ മരിക്കുമ്പോ ഇവക്ക് 32 വയസ്സാ. ഒന്നിന് പയ്യെ ഒന്നായിട്ട് 8 മക്കളും. എല്ലാറ്റിനും ഇവള് പോറ്റിയില്ലേ. എന്തിനാണ് ആയിഷ ഇന്നെ കരയിപ്പിക്കണത്? ഈ കരയല്ല, ഈ ഉരുകാണ്. അന്റെ ഉള്ളുരുകണത് ആരും അറിയൂല. അതങ്ങനെയാ, പെണ്ണിന്റെ ഉള്ളുരുകണത് ആരും അറിയൂല. പെണ്ണായി പറഞ്ഞാല് മണ്ണായി തീരോളം കണ്ണീര് കുടിക്കണോ? കുടിക്കരുത്. അന്റെ ഗതി എന്നെ ആയിസാക്കും. ആ ഹമുക്ക് ജമാലുണ്ടല്ല, ഓളെ കണ്ണീര് കുടിപ്പിക്ക, ഓളെ കൊല്ല ചെയ്യ. ഈ ഓളെ കിടക്കന്റെ അടിയിൽ നോക്ക്, വെള്ളി കെട്ടിയ ചൂരല, അതിനെ കൊണ്ട ഓളെ തല്ലണ്. അന്റെ അനിയത്തിക്കും അറിയാം. ഓളെന്താ ആയിസാനോട് പറഞ്ഞെന്നറിയോ? പെണ്ണായി പോയില്ലേ സഹിക്കാൻ. ആ പെണ്ണിനെ സഹിക്കാൻ ഞാൻ വിടൂല. മോളെ, ഇപ്പൊ നടങ്ങി. എന്തൊരു ഉഷിരാ പെണ്ണിന്. അതിപ്പോ പെണ്ണല്ല, ആണാ. മമ്മൂട്ടി ആജി തന്നെ. നമ്മള് ചെറുപ്പത്ത് കണ്ടിട്ടുണ്ട്. ടീച്ചറെ എന്താ ചെയ്യാ? എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് എത്തിക്കണം. അത് എളുപ്പാണോ? ആവണം. ഞാൻ ഹാജിയാരോടൊന്ന് സംസാരിക്കട്ടെ. എനിക്കിനി സഹിക്കാൻ പറ്റില്ല. തല്ലുകൊള്ളുന്നതിനൊരു അതിരില്ലേ. ഞാനോളെ മൊഴിച്ചൊല്ലാൻ പോവാ. ജപാലയ്യൊന്ന് അടങ്ങ്. എനിക്ക് പറ്റൂല. ഞാൻ ഇന്ന് എന്നെ പള്ളിയിലെ കാതിനെ കണ്ടു പറഞ്ഞോളെ മൊഴിച്ചൊല്ലാൻ പോവാ. എന്താ ജമാലി പറയുന്നത്? എല്ലാം നേരെയാവും. നീ ഇപ്പൊ അവിവേകൊന്നും കാണിക്കരുത്. ഈ അവസ്ഥയിൽ നീ അവളെ ഉപേക്ഷിച്ചു പോയാൽ അത് വലിയ പാവാവും. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു 2 ദിവസം എനിക്ക് താ, ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം. ഈ ടീച്ചർ പറയുന്നത് കേക്ക്. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. നിങ്ങളെ ടീച്ചർ ഇത് മിക്കവാറും കൊളാക്കും. ആ മേളത്തൂർ മലയിൽ ഇളയപ്പൻ നമ്പൂതിരിയെ കൊണ്ടുവന്നാൽ ഇതെല്ലാം ഭംഗിയാക്കാം. വല്ലാത്ത കുതിരത്ത് തന്നെ. ആ മമ്മൂട്ടി ആജിന്റെ ശബ്ദം എവിടുന്നാ വരുന്നതെന്നാ തിരിയാത്ത. ആയിഷ മൂപ്പരെ കണ്ടിട്ടുണ്ടോന്നാ സംശയം. ആത്മാക്കളെ കാണണ്ട മമ്മതേ. എന്റെ അച്ഛന്റെ മൂപ്പര് കണ്ടില്ലേ? അച്ഛനെ മാത്രല്ല, കോഴിത്തലയും മൂപ്പര് കണ്ടില്ലേ? അല്ല, ഏതായി പാറക്കുട്ടി? എന്റെ ഉമ്മാമ്മ. ചോദിക്കാൻ കണ്ടൊരു നേരെ. പഠിക്കണേട്ടാ, ടീച്ചർ ഇത് ഏറ്റെടുക്കും. ടീച്ചർ ഏറ്റെടുക്കും. എന്നാലും ഈ പാറക്കുട്ടിയുടെ വിവരം എങ്ങനെ അറിഞ്ഞു? അയ്യോ, എന്തു കേൾക്കാത്തത് ഭാഗ്യം. ഇനിയിപ്പം ഇതങ്ങനെ അവിടെ പോയി പറയോ? ഈശ്വരോ രക്ഷതു. ഇവളിപ്പോ എന്റെ കൂടെയാണല്ലേ? അതെ ആയിഷ. ആയിസാത്തുണ്ട്. ഞാനത് മറന്നുപോയി മമ്മൂട്ടിയാജി. ആ, നീ ഹാജി എന്ന് വിളിച്ചാ മതി. അല്ല ഹാജിയാരെ, നമുക്ക് അങ്ങാടിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ? വേണം. ആ ചാത്തുണ്ണി തേങ്ങേന്റെ പൈസ തന്നിട്ടില്ല. ഓനൊളിച്ച് നടക്കുക. ആഹാ, ചാത്തുണ്ണിയേട്ടനെ ഞാനിപ്പോ കണ്ടല്ലോ. എവിടെ? നമ്മുടെ മില്ലിന്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ആശുപത്രി പോവാണെന്ന്. ഓൻ ആശുപത്രി തന്നെ പിടിക്കണം. ജിന്റെ കൂടെ വാ. ഖദീസ, ആ കൊടങ്ങെടുക്കേ. സീന, ഇജ്ജും കൂടെ വാ. നമുക്ക് നാളെ പോയാ പോലെ ഹാജിയാരെ? പോരാ, ഇപ്പൊ തന്നെ പോണം.
കാറെടുക്കാൻ പറയ്. എന്നാ ഇപ്പൊ തന്നെ പോവാ. സൈനത്ത ഹാജിയാരെ കെട്ടഴിക്കും. ഒരു കാര്യം നിരീച്ച അപ്പ തന്നെ നടത്തണോ? ആ വണ്ടി ഇങ്ങെടുത്താ. ആ ചാത്തുണ്ണിനെന്ന് പിടിച്ചിട്ട് തന്നെ കാര്യം. ഇന്നും എന്റെ മയ്യത്താ. രാന്ത്രുമാനെ, ആ ചാത്തുണ്ണി ആസ്പത്രിയിൽ ഒളിച്ചിരിക്ക. ഞാൻ ഓനെ പിടിച്ച് തേങ്ങാന്റെ പൈസ വാങ്ങിട്ട് വരാം. അല്ല ടീച്ചറെ, ഓൻ ഞമ്മളെ കണ്ട് ഓടിപ്പോയാലാ? അയാളെ ഓട്ടിച്ചിട്ട് പിടിക്കാൻ നമ്മളെ കൂടി ആൾക്കാരുണ്ടല്ലോ. അത് നേരാണല്ല. എല്ലാരും വരി. ആ ബലാൽ ഇന്നലെ പിടിക്കണം. വരി. ഹാജിയാരെ, ഇത് നല്ലൊരു അവസരമാണ്. ഞങ്ങൾ ഐഷ ആസ്പത്രിയിൽ എത്തിക്കാം. ഹാജിയാര് പുറകെ വന്നാൽ മതി. എന്താ തത്യോ? അയ്യോ, ഇനി എന്റെ കയ്യിൽ വെക്കാൻ സ്ഥലമില്ല. ഒരു കൈ സഹായിക്കും. മാല തൂക്കല്ലേ രമേശ? കളി തുടങ്ങിയോ? നിന്നെ കാത്തു മടുത്തു. എന്നാ പിന്നെ 2 റൗണ്ട് കളിക്കാന്ന് വിചാരിച്ചപ്പോ കണ്ടില്ല കാഴ്ച. അല്ല, എവിടെ സൈനാത്ത? സൈനത്ത ആസ്പത്രിയിലാ. നാളെ കാലത്ത് വരും. അപ്പൊ ആയുഷ്യോ? ഇപ്പൊ സെഡേഷൻ കൊടുത്ത് മയക്കി കിടത്തിയിരിക്കുക. മയക്കി കിടത്തിയ ബാധ പോവോ? അതിന് ആയിഷയുടെ ദേഹത്ത് ബാധയൊന്നും ഇല്ലല്ലോ. നീ എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞതാണ് സത്യം. ഡോക്ടർ ഹേമന്ത് ഇന്ന് ആയിഷയെ ഹിപ്നോട്ടൈസ് ചെയ്തു. എന്നിട്ട് ചികിത്സ വേണ്ടത് ആയിഷയ്ക്കല്ല. പിന്നെ ഞാനെല്ലാം പറയാം. ആയിഷ പഠിച്ചവളാണെന്നറിയാലോ. ആ കുട്ടി ബാംഗ്ലൂരിലാ പഠിച്ചതെന്നറിയാം. അവൾ എല്ലാവരും സോഷ്യലായിട്ട് പെരുമാറുന്നൊരു പെൺകുട്ടിയാ. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് അവൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഓരോ ദിവസം കഴിയും തോറും എനിക്ക് പേടി കൂടിക്കൂടി വന്നു. പുറത്ത് കാണും പോലല്ല ആ മനുഷ്യൻ. നീ ഇന്നെ മാത്രം കണ്ടാൽ മതി. എന്നോട് മാത്രം മിണ്ടിയാ മതി. എന്റെ ഒച്ചയും മുറിവിട്ട് പുറത്തു പോരുത്. പോവോ പോവോ? ഞാൻ നോക്കട്ടെ. ഇനി ആരെങ്കിലും നോക്കിയാ എന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഇനി ആരോടെങ്കിലും മിണ്ടിയ എന്റെ നാവ് ഞാൻ പിടിതെടുക്കും. നോക്കോ, ഇരിക്കേ. ഉണ്ടോ? ഈ നോക്കൂ നോക്കൂ.
നോക്കൂ ആയിഷ. അന്റെ കരച്ചില് കാണാൻ എന്ത് രസാ. ഉണ്ടരുത്, ഉണ്ടരുത്. എന്തൊരു മൊഞ്ചത്തിയ ആയിഷ. ഇനി വേറെ ആരെങ്കിലും നോക്കോ? നോക്കോ നോക്കോ. നോക്കോ. ഈ കരയുന്ന കാണാൻ നല്ല രസാ. അനക്ക് നല്ല മൊഞ്ച. ഈ നോക്കോ. ഒറ്റടിയും കൂടി തട്ട ഞാന്. നോക്കോ നോക്കോ. ഇനി ആരെയും നോക്കൂല, ഇനി ആരോടും മിണ്ടൂല, ആരും നോക്കൂല. ചെറിയ കുട്ടികളോട് പോലും മിണ്ടിയാ മതി, ചൂരല് പൊട്ടുന്നത് വരെ അടിക്കും. ഒടുക്കം ഞാൻ പുറത്തിറങ്ങാതെയായി. ഇരുട്ടിൽ ഒറ്റയ്ക്കിരിക്കും. എന്റെ മനസ്സ് ശരിയല്ലെന്ന് ജമാലിക്ക് എല്ലാരോടും പറഞ്ഞു. ജമാലിന്റെ മൂത്താപ്പാനെ ആയിഷക്ക് എങ്ങനെയാ പരിചയം? ഞാൻ ചെറുതായിരിക്കുമ്പോ എന്റെ പെരയില് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹാജിയാരെ പേടിയായിരുന്നു. ആയിഷക്കോ? എന്നെ ഹാജിയാർക്ക് ഇഷ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ആരെങ്കിലും ഉപദ്രവിച്ചാ ഹാജിയാരോട് പറഞ്ഞാ മതിയെന്ന്, നല്ല അടി വെച്ചു കൊടുക്കാന്ന്. എന്നെ വഴക്ക് പറഞ്ഞ ഉമ്മാനെ ഏട്ടനെയൊക്കെ ഹാജിയാര് കണ്ണുരുട്ടി പേടിപ്പിച്ചു. അപ്പോ ആയിഷക്ക് എത്ര വയസ്സായിരുന്നു? 4 വയസ്സ്. ഹാജിയാർ എപ്പോഴാണ് മരിച്ചത്? 1 കൊല്ലം കഴിഞ്ഞ്. പിന്നെ ഉറക്കത്തിൽ വന്ന് പറയും, ഇച്ചു പേടിക്കണ്ട, അണക്ക് ഞാനുണ്ടെന്ന്. അടുത്ത കാലത്ത് ഹാജിയാരെ കണ്ടിരുന്നു? 3-4 ദിവസം മുമ്പ്. അന്ന് ജമാലിക്ക് എന്നെ വല്ലാണ്ട് തല്ലി. അന്ന് ഹാജിയാര് വന്ന് മൂപ്പരെ തല്ലി. അപ്പൊ ആയിഷ എന്ത് ചെയ്തു? ഞാനും കൂടി തല്ലി. അയൽവാസിയായിരുന്ന ഹാജി അവളുടെ കുഞ്ഞു മനസ്സിൽ ഒരു രക്ഷകനായി മാറി. കുഞ്ഞായിരുന്നപ്പോൾ അവളോട് കാണിച്ച സ്നേഹം അവളൊരു നിധി പോലെ സൂക്ഷിച്ചു. എന്നിട്ട് ആപൽ ഘട്ടത്തിൽ സ്വയം രക്ഷിക്കാൻ ആ പാവം അയാളായി മാറി. ഭഗവാനെ, അപ്പത് പരകായ പ്രവേശല്ലേ? എന്റെ പൊന്ന് കെട്ടിയോനെ, കായും പെരുങ്കായും ഒന്നുമല്ല, ഇതൊക്കെ മനസ്സിന്റെ ഒരു മറിമായ. ആ ജമാലിനെ കണ്ട ആർക്കെങ്കിലും സംശയം തോന്നൂ? യഥാർത്ഥത്തിൽ അയാളാണ് കടുത്ത രോഗത്തിനടിമ. പാവ ആയിഷ ഒരു ഇര മാത്ര. നല്ല ചുട്ട അടി കിട്ടാഞ്ഞിട്ടാ. ഇതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. രോഗമോ രോഗിയോ അറിയാതെ ചികിത്സിക്കും. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? ജമാലിന് മാനസിക രോഗം എന്ന് പറഞ്ഞാലേ അവരെല്ലാവരും കൂടി ഇട്ട് നമ്മളെ ആയിരിക്കും തല്ലുക. വഴി ഒന്നേ ഉള്ളൂ. ആദ്യം ഐഷയുടെ ദേഹത്ത് നിന്ന് ആ ഹാജിയാരെ പുറത്താക്കണം. ഇതേ കിടക്കുന്നു നിങ്ങളെ ടീച്ചറെ വീണ്ടും തല കുത്തനെ. നീയല്ലേ പറഞ്ഞത് കായവും പെരുങ്കായവും ഒന്നും ഇല്ലെന്ന്?
ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾ വിശ്വസിച്ചില്ലേ? അതുപോലെ തന്നെ ആ കുടുംബവും വിശ്വസിച്ച് കാണും. ആ വിശ്വാസം മാറ്റിയെടുക്കുമ്പോൾ തന്നെ ജമാൽ ഒരു രോഗിയാണെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യണം. അതിനെന്താ ഒരു വഴിന്ന് എല്ലാരും കൂടെ ഒന്ന് ആലോചിക്കാം. നമ്മക്കത് കേട്ടപ്പോ തന്നെ തല പെരുക്കുന്നു. എടി ശ്രീമതിയെ, ഈ താന്ത്രിക വിദ്യയിലും മാന്ത്രിക വിദ്യയിലും ഒരു കാര്യമില്ല. കണ്ടോ കണ്ടോ, സ്വന്തം തൊഴിൽ പോലും വിശ്വാസമില്ലാതെ ഇരിക്കുന്നു. അതെ, ഈ മന്ത്രത്തിനും തന്ത്രത്തിനും ഒക്കെ അതിൻ്റെതായ ശക്തിയുണ്ട്. മനസ്സിലായില്ല. മനസ്സിന് ബലമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ മടിക്കുന്ന ഒരാളോട് നിനക്കതിന് പറ്റുമെന്ന് 10 പ്രാവശ്യം പറഞ്ഞു നോക്കൂ, അയാൾക്കതിന് കഴിയും. മനസ്സിനെ കീഴ്പ്പെടുത്താനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് മനസ്സിനെ ഒരു പക്ഷേ രോഗമെന്ന തോന്നലിനെ ഇല്ലാതാക്കാൻ പറ്റും. മനുഷ്യനെ നിയന്ത്രിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിനെ നന്മയിലേക്ക് നയിക്കുന്നതിന് മന്ത്രങ്ങളും തന്ത്രങ്ങളും ആവാം. ആയിഷയുടെയും ജമാലിന്റെയും കാര്യത്തില് മന്ത്രങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം നമുക്ക് പ്രയോഗിക്കേണ്ടി വരും. അതെ, ഈ ഉള്ളവൾ ഓടിയും വായിട്ടടിച്ചും ആകെ ക്ഷീണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു കട്ടൻ കാപ്പി ഇട്ട് തരുമോ ഭർത്താവേ? ഞാൻ കാപ്പി ഇടുകയോ? അതെന്താ നിങ്ങൾ കാപ്പി ഇട്ടാ തിളക്കൂല? അടുക്കള പെണ്ണുങ്ങൾക്ക് മാത്രല്ല. അതുകൊണ്ട് നിങ്ങൾ പോയി കാപ്പി ഇടി. കൂട്ടത്തിൽ ഞമ്മക്ക് എല്ലാവർക്കും കൂടി എടുത്തോളി. കടുപ്പവും പഞ്ചാരയും ഒട്ടും കുറക്കണ്ട. നിങ്ങളോടൊരു സത്യം പറയട്ടെ, എനിക്ക് കബഡി നിരത്താൻ മാത്രമേ അറിയൂ. അപ്പൊ കബഡി നിരത്താൻ മാത്രമേ അറിയുള്ളൂ? കാപ്പി ഇടാനേ ഞങ്ങൾ പഠിപ്പിച്ചുതരാം. ആ, കബഡി നിരത്തും പോലെ തന്നെയാ കാപ്പി ഇടലും. പഞ്ചാരയും ചായപ്പിടി ഇട്ട് ഇങ്ങനെ ഇളക്കിയാ മതി. നടന്നോളി മനുഷ്യരെ. നടക്കി 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 നടക്കി. ജമാലെ, ഇത്തരം ദശാസന്ധികൾ ഉണ്ടാവുമ്പോൾ സൂക്ഷിക്കണം. ആയിഷയുടെ ദേഹത്ത് കയറിയിരിക്കുന്ന ആള് ചില്ലറക്കാരനല്ല. അയാളുടെ ലക്ഷ്യം ജമാലാണ്. ആയിഷയെ ഡോക്ടർമാർ തൽക്കാലം വല്ല മയക്കുമരുന്നും കുത്തിവെച്ച് മയക്കി കിടത്തും. പക്ഷേ ഏത് നിമിഷവും അവൾ മാറാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൊഴി ചൊല്ലാന്ന്. നല്ല കഥയായി. മൊഴി ചൊല്ലിയാൽ നിന്റെ മരണം ഉറപ്പാ. ബാധകേരി ഒരുത്തി നടത്തുന്ന കൊലപാതകത്തെ കോടതി പോലും ശിക്ഷിക്കില്ല. ജമാലെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ശരിക്കും നിനക്ക് അവളെ ഇഷ്ടല്ലേ? എനിക്കൊരുപാട് ഇഷ്ടമാണ്. ജമാലെ, നീ ആയിഷയെ തല്ലാറുണ്ടോ? ഡോക്ടറോടും വക്കീലിനോടും ജ്യോത്സ്യരോടും ഒന്നും മറച്ചു വെക്കരുതെന്ന പ്രമാണം. ഞാൻ ഗണിച്ചു നോക്കിയപ്പം 7 കൊണ്ട് ചില അസ്വസ്ഥത കണ്ടു. കലഹം, ശാരീരിക ഉപദ്രവം എന്നിവയാണ് തെളിഞ്ഞു വരുന്നത്. ഓളാരെങ്കിലും നോക്കിയാ ഞാൻ തല്ലും. പിന്നെ അതിന് തല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഭാര്യയ്ക്ക് എന്തിനാ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യം? പക്ഷേ അത് പ്രശ്നമായിട്ടുണ്ട്. എന്ത് പ്രശ്നം? പ്രശ്നത്തിൽ ഞാൻ കണ്ട കാര്യം ഡോക്ടറെ ആയിഷയുടെ ദേഹത്ത് കണ്ടു. എന്ത്? ജമാൽ അടിച്ച പാടുകൾ. ഡോക്ടർ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന വാശിയില്ല. എൻ്റെ ഭാര്യ ഡോക്ടറെ തൽക്കാലം തടഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ വനിതാ കമ്മീഷനെ അങ്ങനെ അറിയിച്ചാൽ സംഗതി പ്രശ്നമാവും. ഇപ്പോഴത്തെ നിയമം അറിയാലോ, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് മുള്ളിനാ. വകുപ്പേ സ്ത്രീപീഡന, ജാമ്യം പോലും കിട്ടില്ല. ഞാനിപ്പോ എന്താ ചെയ്യാ ഡോക്ടറെ? അല്ല ജോത്സരെ. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക. മനസ്സിലായില്ല. ജമാൽ ഒരു രോഗിയായിട്ട് അഭിനയിക്കുക. അഭിനയിക്കുക തന്നെ. ആയിഷയെ ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് പോയി തനിക്കും ചില മാനസിക പ്രശ്നമുണ്ടെന്നങ്ങ് കാച്ചുക. എനിക്കൊരു പ്രശ്നമില്ലല്ലോ. പ്രശ്നം ഉണ്ടാവാതിരിക്കാനാ ഞാൻ പറയുന്നത്. ഒരു മനോരോഗി മറ്റൊരു മനോരോഗിയെ തല്ലിയ കേസില്ല, ചികിത്സയേ ഉള്ളൂ. പിന്നെ ആയിഷയുടെ ദേഹത്ത് കയറിയ ബാധയെ ഒഴിവാക്കുക. അതിനൊരു ചെറിയ പ്രയോഗമുള്ളൂ. അത് ഞാൻ തന്നെ ചെയ്തു തരാം. എന്റെ പണിക്കരെ, നിങ്ങളെ തപ്പാൻ ഇനി ഒരു ഇടമില്ല. എന്താ രമേശ കാര്യം? ആകെ പ്രശ്ന.
സൈനാത്ത ഭയങ്കര ചൂടിലാ. പോലീസിനെ വിളിക്കണം എന്നാ പറയുന്നത്. പോലീസിനെ മാത്രമല്ല, ചേനലേരെ മുഴുവൻ വിളിക്കണം എന്നാ പറയുന്നത്. ആയിഷാന്റെ മേല് മുഴുവൻ ചൂരലിന്റെ പ്രയോഗങ്ങളാ. ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? ഇനി തീരുമാനം എടുക്കേണ്ടത് ജമാല. ഡോക്ടർ മുമ്പിലെത്തുക, ഡോക്ടർ പറയുന്നത് അനുസരിക്കുക, അല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക, അവിടെ കീഴടങ്ങുക. ജമാലിന്റെ ബാപ്പ ഡോക്ടറെ അടുത്തുണ്ട്. സൈനാത്താൻ ഒരു റൂമിലിട്ട് അടച്ചിരിക്കുക. എന്തെങ്കിലും ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ആകെ പുലിവാലാവും. ആയിഷക്ക് എങ്ങനെയുണ്ട്? മയങ്ങിക്കിടക്കുക. ഞാൻ വരെ ജോത്സരെ. രമേശ, നീ ചെന്ന ഒരു ഓട്ടോ പിടിക്ക്. നീ ധൈര്യമായിട്ടിരിക്കും ജമാലെ. ഓൻ ഇങ്ങനൊരു സൂക്കേടുള്ളതായിട്ട് തോന്നിയിട്ടില്ല ഡോക്ടറെ. ഇത്തരക്കാരെ ആർക്കും പിടികിട്ടൂല. അവർ രോഗിയാണെന്നിട്ട് സമ്മതിക്കുകയില്ല. ആയിഷന്റെ കാര്യം? ആയിഷ ഇപ്പം നോർമലാണ്. ആയിഷയുടെ ദേഹത്തിൽ നിന്ന് മൂത്താപ്പ പോയതായി അവൾക്ക് ബോധ്യപ്പെടണം. അതാണ് പ്രശ്നം. കൗൺസിലിംഗ് കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാം. പക്ഷേ ആയിഷയുടെ ദേഹത്ത് ഒരു ആത്മാവുണ്ടെന്ന ധാരണ നിങ്ങളുടെ വീട്ടുകാരെ കൂടി തിരുത്തിയാലേ ചികിത്സ പൂർണ്ണമാവുള്ളൂ. ആ കാര്യം എനിക്ക് വിട്ടു തന്നേക്കൂ ഡോക്ടർ. ഹാജിയാർ എന്നോടൊന്ന് സഹകരിച്ചാൽ മാത്രം മതി. ഞാൻ സഹകരിക്കാതിരിക്കോ ടീച്ചറെ? ജമാലെത്തിയല്ലോ. ഡോക്ടർ, ഇതാണ് ജമാൽ. ഹായ്. രമേശ്, ജമാൽ. അരവിന്ദേട്ടൻ അവിടെ? ആയിഷയുടെ അടുത്തുണ്ട്. എനിക്ക് ജമാലിനോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. മടിക്കണ്ട, വരൂ. ഈശ്വര, ജമാലിനെ എങ്ങനെ ഇവിടെ എത്തിച്ചു? അതൊക്കെ വലിയ കഥയാ. ഏതായാലും ജമാലിനെ അവിടെ എത്തിച്ച ബുദ്ധിക്ക് അരവിന്ദേട്ടന് 10 മാർക്ക് ഉണ്ട്. ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ, അത് മതി. എന്നാൽ ഇനി അതുപോലെ തന്നെ ആയിഷയുടെ പ്രശ്നം തീർക്കണം. നീ എന്താ ഈ പറയുന്നത്? ഇപ്പൊ ഹാജിയാർക്കും നമുക്ക് മാത്രമേ ആയിഷ നോർമൽ ആണെന്ന് അറിയുള്ളൂ. ആ വീട്ടിലും അതിന് ചുറ്റുള്ളവരുടെയൊക്കെ വിചാരം ആയിഷയുടെ ദേഹത്ത് മറ്റൊരാളുണ്ടെന്നാണ്, ജമാലിന്റെ മനസ്സിൽ പോലും. അതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ആ ബാധ്യത നമുക്ക് മാറ്റണം. ഇല്ലാത്തൊന്നിനെ എങ്ങനെ ഒഴിപ്പിക്കും? ജമാലിന് ഇത്ര സമർത്ഥമായി ഡോക്ടറെ അടുത്ത് എത്തിച്ച ചേട്ടന് അതും സാധ്യമാവും. സാധ്യമാവാതില്ല, എന്നാൽ ഒരു വൈക്ലഭ്യം. ഒരു വൈക്ലഭ്യവും വേണ്ട. അതല്ലടോ, ഇത്തരം പ്രവൃത്തികൾ അന്ധവിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കലാവില്ലേ? പിന്നെ ചില അവസരങ്ങളിൽ ഇങ്ങനെയും വേണ്ടി വരും. പാമ്പിൻ വിഷത്തിന് മറുമരുന്ന് പാമ്പിൻ വിഷം തന്നെയാണെന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ ഒരു രാജവെമ്പാലക്കളി തന്നെ കളിക്കാം, അല്ലേ? ഇതാണ് എന്റെ അരവിന്ദേട്ടൻ. പാമ്പാട്ടി എങ്കിൽ പാമ്പാട്ടി. ഇജ്ജിപ്പം എന്തിനങ്ങനെ ആലോചിക്കണത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി മുമ്പോട്ടുള്ള കാര്യം എങ്ങനെ ചിന്തിക്കേ? ജമാൽ ഓൻ്റെ കുറ്റങ്ങളൊക്കെ സമ്മതിച്ചു. എൻ്റെ മേത്ത് കയറി ആളെ പുറത്താക്കണ പണിയൊക്കെ ടീച്ചർ ചെയ്തോളും. എനിക്ക് പേടിയാവുന്നു മുത്തുമ്മ. എന്തിനു പേടിക്കണം? അന്നാരെങ്കിലും പിടിച്ചു തിന്നോ? ഒരു വയ്യ അടിയുമ്പോ 10 വയ്യ തുറക്കും. അതാണ് പടച്ചോന്റെ കുതിരത്ത്. അന്റെ കാര്യത്തിൽ ഒരു തെറ്റുണ്ട്. ഈ ആരോടും ഒരു കാര്യവും പറഞ്ഞില്ല. എല്ലാ പെൺകുട്ടികളെയും സ്വഭാവം അത്. ഉള്ളിലുള്ളത് ആരോടും പറയാണ്ടിരിക്കുക, എന്നിട്ട് വേണ്ടാത്ത സംഗതിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആരോടെങ്കിലും എന്തോ തുറന്ന് പറയേണ്ടിയിരുന്നു, ആ ഹാജിയരോടെങ്കിലും. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞമ്മക്ക് ജമാലിനെ നേരത്തെ നേരാക്കായിരുന്നു. മുത്തുമ്മ, ഞങ്ങളെ മടിയിലൊന്ന് കിടന്നോട്ടെ. അതിനിപ്പോ ഇജ്ജ് ചോദിക്കണോ? അനക്കട് കടന്നാ പോരെ? അനക്കറിയോ, ഞമ്മള് കൂട്ടർ പെണ്ണുങ്ങൾക്കാണ് ഇങ്ങനത്തെ കാര്യത്തിൽ കൂടുതൽ വിഷമം. ഇജ്ജ് പഠിച്ച കുട്ടിയല്ലേ? റസൂലിന്റെ കാലത്തെ പെണ്ണുങ്ങളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. യുദ്ധത്തിന് വരെ ഓല് പോയിട്ടുണ്ട്, ആണിനൊപ്പം പണിയെടുത്തിട്ടുണ്ട്. അതവിന്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് ചിട്ടവട്ടങ്ങളുള്ളൂ. സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ആണുങ്ങൾ അത്ര തന്നെ അവകാശം നമുക്കുണ്ട്. പെണ്ണെന്ന് പറഞ്ഞാൽ
എല്ലാം കേട്ട് മുണ്ടാണ്ടിരിക്കേണ്ടവളല്ല, വെറുതെ വായിട്ട് അടിക്കേണ്ടവളും അല്ല. ഒരു കുടുംബത്തിനെ പോറ്റേണ്ടവളാണ്. അപ്പൊ കുറച്ച് മനോബലം വേണം. കുഴപ്പമാകോ പണിക്കരെ? എന്ത് കുഴപ്പമാവാൻ? നമ്മൾ ആയിഷയുടെ ദേഹത്ത് നിന്ന് ആചാരം ഒഴിപ്പിച്ചതായി എല്ലാവർക്കും തോന്നണം. അല്ലെങ്കിൽ കാലാകാലം ആയിഷയുടെ ദേഹത്ത് മറ്റൊരു ശക്തിയുണ്ടെന്ന തോന്നലും സംശയവും എല്ലാവരിലും ഉണ്ടാവും. ആരാപ്പത് ചെയ്യാ? അതൊക്കെ ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. നിന്റെ മോഹം കാരണം പാവ ആയിഷ എത്രമാത്രം വേദനിച്ച്. ജമാലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുത്തനുണ്ടെന്ന് ഞാൻ കരുതിയില്ല. മനസ്സിൻ്റെ ഓരോ അവസ്ഥ. എൻ്റെ ഇന്ദുവിൻ്റെ തീരുമാനമാണ് ശരിയെന്ന് ഞാൻ പോലും അംഗീകരിക്കുന്നത് ഇപ്പോഴല്ലേ. അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്ത് ആ പാവത്തിന് കൊന്നേനെ. ടീച്ചർ വരൂലേ? എല്ലാവരും വരും. പിന്നെ നമ്മുടെ നാടകം മറ്റാരും അറിയണ്ട. ആരും അറിയില്ല. ആട്ടെ, ജമാലിന് എങ്ങനെയുണ്ട്? നല്ല മാറ്റമുണ്ട്. മരുന്നും കൗൺസിലിങ്ങും അവനെ ശരിക്കും മാറ്റിയിട്ടുണ്ട്. ഇനി ഓൻ നിങ്ങളെ കൂട്ടത്തിലേക്ക് ഒന്ന് കൂട്ടി മനുഷ്യനോട് ഇടപെടാൻ പഠിപ്പിക്കണം. അതിനെന്താ, ടീച്ചർക്ക് അതിൽ സന്തോഷം ഉണ്ടാവും. വായനശാലയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാം. ആയിക്കോട്ടെ. അപ്പേ ഞാനിങ്ങ് പോവാ. ആയിക്കോട്ടെ, നാളെ കാണാം. ശരി. ഹലോ. ഏയ് ഇല്ല. രമേശ, ഹാജിയാരുടെ വീട്ടിൽ എന്തായാലും പൂജയും മന്ത്രവും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ എന്താ ചെയ്യാ? ബാധ ഒഴിയുന്നതായി മറ്റുള്ളവർക്ക് തോന്നുന്നു. പണ്ട് ജിന്നിനെ പിടിക്കുന്ന ഒരു മൂസാക്കണ്ടായി. മൂപ്പറ കയ്യിൽ ഒരു കുന്തിരിക്കപ്പെട്ടി, കുന്തിരിപ്പട്ടീന്റെ അടിയിൽ ഒരു കുടുക്ക വെക്കും. എന്നിട്ട് പുകട്ടും. പുകട്ടുക മന്ത്രിക്കാം, പുകട്ടുക മന്ത്രിക്കാം. എന്നിട്ട് ജിന്നിനോട് പറയും ബെങ്കറ് ബെങ്കറ് ബെങ്കറ്. ജിന്ന് കുടുക്കേ കയറും. എന്നിട്ട് പെട്ടിയിലാക്കി കമത്തും. അപ്പൊ ഒരു കാര്യം ചെയ്യാ, ഇമ്മക്ക് അയാളെ പൊക്ക. അത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. എന്ത് പ്രയാസം? മമ്മത് വിചാരിച്ചാ നടക്കും. അതിന് പടച്ചോന്നിരിക്കണം. അതെന്താ മമ്മദ്ക്ക? മരിച്ചുപോയാലെ ജയിപ്പിക്കാനേ ഓനല്ലേ പറ്റൂ. ഒരാറ്റ ചവിട്ടുന്നല്ലോ. മൂപ്പര് മരിച്ചുപോയാലും ഞമ്മളെന്ത് ചെയ്യാനാണ്? കുന്തിരിക്കം മൂസാന്റെ മോനെ കൊണ്ടുവരണം. ഓനിപ്പോ ഏതോ ചായപ്പിടിയല്ല കുസിനിക്കാരനാ. എന്നാ പിന്നെ ഇങ്ങൾ എന്നെ ആയിക്കോളി കുന്തിരിക്കം മൂസാനെ മേക്കപ്പെടുന്ന കാര്യം ഞാനേറ്റ്. അതോ അപ്പണി ഞമ്മക്ക് കിട്ടൂല. മമ്മതിനെ പറ്റൂ. പെട്ടിയും പ്രമാണമൊക്കെ ഞങ്ങൾ ഉണ്ടായിക്കൊള്ളാം. തകർത്തങ്ങോട്ട് അഭിനയിച്ചാൽ അത് ശരിയാവൂല. അതേ ശരിയാവുള്ളൂ. ആചാരം കൂടെ അറിഞ്ഞിട്ടുള്ള കളിയല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അല്ല എന്നാലും ഒരെന്നാലുമില്ല. ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചു, നാളെ തന്നെ ജിന്നിനെ പിടിക്കണം. രാജാവായ തമ്പുരാനെ, അമ്പിയാക്കളെ കൊണ്ടും ഔലിയാക്കളെ കൊണ്ടും ഈ കുടുംബത്തിന് ഹൈറും ബർക്കത്തും ഉണ്ടാവട്ടെ.
പോരിശ കേട്ട് തങ്ങളുപ്പാപ്പമാരെ തൊട്ടും മൺമറഞ്ഞു പോയ സുഗതാക്കളെ കൊണ്ടും ഐസാന്റെ മേത്തുള്ള സകല മുസീബത്തുകളും ഇറങ്ങിപ്പോട്ടെ. യേശു, 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 യേശു. പോവില്ല, ഞാൻ പോവില്ല. ഈ എന്നോട് ബാസി പിടിക്കണ്ട. അന്നെ കൊണ്ടുപോകാൻ ഞമ്മക്കറിയാം. ഞാൻ പോവില്ല. എന്തോ പ്രശ്നമുണ്ടല്ല മാലേ, അപ്പിയാണല്ലേ മുസീബത്ത്. അന്റെ മനസ്സിലെ കറുപ്പ് മാറ്റി സബൂറാക്കിക്കോ. മമ്മൂട്ടിയാജി അതാണ് ഞമ്മളോട് ചൊല്ലണത്. ഈ മനസ്സ് നെല്ലെടുത്ത് പുറത്ത് കളഞ്ഞേക്ക്. എന്നിട്ട് പടച്ച തമ്പുരാന് കീപ്പട്ട് ജീവിച്ചോ. ഐസാ, അനക്ക് തൃപ്തിയായ? ഇപ്പോഴും മമ്മൂട്ടിയാജി തന്നെയാണല്ലേ? ആ, പുറത്തെ കളഞ്ഞ 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 മമ്മൂട്ടിയാജി, നിങ്ങൾക്ക് തൃപ്തിയായ? ഈ കുടുക്കലേക്ക് കയറിക്കോളി. വേഗം കയറിക്കോളി, വേഗം കയറിക്കോളി, പെട്ടെന്ന് കയറിക്കോളി, ക്ഷണത്തിൽ കയറിക്കോളി. വേഗം കയറിക്കോ, പെട്ടെന്ന് കയറിക്കോ, ക്ഷണത്തിൽ കയറിക്കോളി, പെട്ടെന്ന് കയറി. മമ്മൂട്ടിയാജി, കുട്ടിക്കയിലേക്ക് കയറിക്കോളി. നീ ഒക്കെ കയറി കേറിക്കോളിന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ഇക്കടെ കടുകുമണിയോളം ചെറുതാക്കി കുട്ടിക്കയിലാക്കും. എന്താ സന്തോഷായില്ലേ? ആ മൊയ്ലിയാരെ, നിങ്ങക്ക് തൃപ്തിയായ? സംശയൊക്കെ മാറിയല്ല? ഐസാന്റെ ഉമ്മാക്ക് സന്തോഷായില്ലേ? എല്ലാം പഠിച്ചവനോട് ദുആർക്ക്. ജമാലേ, ഇനി നല്ല പൊരുത്തത്തോടെ ജീവിച്ചോണം കേട്ടാ. ഓളെ വിഷമിപ്പിക്കരുത്. ഓളുടെ മേത്തൊന്നുമില്ല, എല്ലാം ഇറങ്ങിപ്പോയിക്കരുത്. മനസ്സിലായ? എന്താ പണിക്കറേ? ഓ, ഭംഗിയായി. പഠിച്ചോനെ, എന്റെ പഠിച്ചോനെ. മമ്മദ്ക്ക, നിങ്ങൾ കലക്കി. കലക്കല് ഇത്തിരി ഓവറായി എന്ന് എന്റെ സംശയം. അത് അസൂയുണ്ട് പറയാ. പണിക്കര് തർക്കം നിർത്തി. അല്ല മമ്മദ്ക്ക, ഇങ്ങൾ ഈ മന്ത്രങ്ങളൊക്കെ എവിടുന്നാ പഠിച്ച്? അത് മോനെ വളരെ ഈസിയാണ്. കുറച്ച് ജ്യൂസിന്റെ പേര് പഠിച്ചാൽ മതി. ബി എക്സാമ്പിൾ, ആപ്പിൾ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, മുസാമ്പി ജ്യൂസ്. എന്നിട്ട് മന്ത്രം ചൊല്ല്. പൈനാപ്പിൾ ജ്യൂസ്, മുസാമ്പി ജ്യൂസ്, മുന്തിരി ജ്യൂസ്, ഷവർമ ജ്യൂസ്. ശവമോ? മന്ദിരം. മന്ത്രോ? ശവമ. ശവമോ? ശവമ അല്ലാന്ന്. ചത്ത കോയിനെ അരിഞ്ഞി 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 ആളുകൾക്ക് കൊടുത്ത് ശവമാക്കുന്നതിനെയാണ് ഷവർമ എന്ന് പറയുന്നത്. ആള് മുരിങ്ങാക്കായി പോലെയാണെങ്കിൽ വല്ലാത്ത ബുദ്ധിയാ പറയാന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആയിഷന്റെ അഭിനയ ഇഷ്ടപ്പെട്ടത്. ജമാല് ശരിക്കും കിടുങ്ങിപ്പോയില്ലേ?
ഉമ്മാന്റെ മടിലേക്ക് ഒറ്റ വീഴ്ചയല്ലായിരുന്നോ? നീ എന്താ ഇവന്റെ അഭിനയത്തെ മാത്രം പൊതിച്ചു പറഞ്ഞേ? ഞങ്ങള് ചെയ്ത സ്പെഷ്യൽ എഫക്ട് എന്തൊക്കെയായിരുന്നു? പുകയും മന്ത്രക്കൊടുക്ക പൊന്തിയതും ഒക്കെ കലക്കിയില്ലേ? അതൊക്കെ എന്റെ ബുദ്ധിയല്ലായിരുന്നോ? അല്ല, എന്റെ രമേശന്റെ ബുദ്ധിയല്ലായിരുന്നു. ഓ, സമ്മതിച്ചുവേ, ഉഗ്രനായിരുന്നു. അങ്ങനെ വഴിക്ക് വാ. അല്ല പണിക്കരെ, നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ ജാതകം ഒക്കെ നിർത്തി ഈ കുന്തിരിക്കപ്പറ്റി ഒന്ന് വികസിപ്പിച്ചാലെന്താ? മമ്മതേ, ഊതി പറപ്പിക്കരുത്. നിന്റെ സുർമാ കഥയുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് എടുത്ത് വിളമ്പും. എന്റെ പൊന്നു പണിക്കരെ, ഇങ്ങോട്ടോക്ക്. ഞാൻ ഇനി നിങ്ങളെ കുത്തൂല, നിങ്ങൾ ഞമ്മളെയും കുത്തരുത്. കൊറേ കാലമല്ല ഞാൻ ഈ സുർമ കഥ കേൾക്കുന്നത്. എന്താ ഈ സുർമ? ടീച്ചറെ, ഞാൻ അറിഞ്ഞ രമേശ ഈ വരുന്ന അവിടെ ഇരിക്കാക്കേ. ഈ സുർമ എന്ന് പറയുമ്പോ നിങ്ങൾ എന്തിനാ അത്ര ബേജാറാകുന്നത്? ഇനിയിപ്പോ അന്റെ കൂടിയേ ബാക്കിയുള്ളൂ. മമ്മതേ, ഇനി ഞാൻ പറയൂല. മമ്മത് ഒരു ചൂടുള്ള ചായ ഒക്കെ കുടിച്ചിട്ട് പോയാ മതി. പിന്നെ അങ്ങനെ നമ്മള് കേട്ടിട്ട്. ഓ, അടുക്കളയിലാണെങ്കിലും ആ തള്ളയുടെ ചെവി എവിടെയാ? അതും നമ്മള് കേട്ടിട്ട്. അള്ളോ, ചതിച്ചോ ഈശ്വരാ.